ഇപ്പം നിയമം എന്നുള്ളത് നമുക്കറിയാം എന്തായാലും BJP ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ നല്ലൊരു ഇമേജ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അദ്ദേഹം വളരെ സജീവമായിരുന്നു, അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോർപ്പറേഷൻ വിജയിച്ചതിന് ശേഷം ഒരു വികാരം തലസ്ഥാനത്ത് പൊതുവെ ഉണ്ടായിരുന്നു. പിന്നെ രാജീവ് ചന്ദ്രശേഖർ എഡ്യൂക്കേറ്റഡ് ആയുള്ള ഒരു വ്യക്തിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്സസ് ഉള്ള ഒരാളാണ്, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും വികസനം കൊണ്ടുവരാൻ പറ്റും, നിയമത്ത് ഒരു മാറ്റം വേണം, ശിവൻകുട്ടിയെ കൊണ്ട് ഇനി എന്ത് സാധിക്കും മാക്സിമായി എന്നുള്ളൊരു ഫീല് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ അവിടെ നേടാൻ സാധിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ലീഡ് ചെയ്തിരുന്നു. അതുകൂടാതെ കൂടുതൽ നിർണായകമായുള്ള ഒരുപാട് വാർഡുകൾ ജയിച്ചു, വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ബേസ് വോട്ടുള്ളൊരു സ്ഥലത്ത് വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് തന്നെ ഡെലിവർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ലീഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാലും വലിയൊരു ഭൂരിപക്ഷം അല്ലെങ്കിലും ഒരു ഡീസൻ്റ് ആയുള്ള ഭൂരിപക്ഷത്തിന് വിജയിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ നിയമം ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു.